മൈ ലവ്സ്. അപ്പോൾ ചെന്നൈ ട്രിപ്പിലേക്കുള്ള എപ്പിസോഡ് 2 ആണ്. നമ്മൾ ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് ക്യാബ് ബുക്ക് ചെയ്തു. ക്യാബ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത് ചെന്നൈയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് മറൈൻ ഡ്രൈവ്. അപ്പം നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു റിസോർട്ടിലേക്കാണ്. അത് മഹാബലിപുരം എന്ന് പറയുന്ന സ്ഥലത്തിലാണ് റിസോർട്ട് ഉള്ളത്. റിസോർട്ടിൻ്റെ പേര് കൽദാൻ സമുദ്ര പാലസ് എന്ന് പറയുന്ന ഒരു ലക്ഷറസ് റിസോർട്ടാണ്. എൻ്റെ ലൈഫ് ടൈമിൽ ദിസ് മൈറ്റ് ബി ദ ഫസ്റ്റ് ലക്ഷറസ് റിസോർട്ട് ഐ ഹാവ് വിസിറ്റഡ് എവർ. ഇവിടുത്തെ പെർ റൂം റേറ്റ് എന്ന് പറയുന്നത് 20K ആണ് പെർ ഡേ. അപ്പം ഇതാണ് അതിൻ്റെ എൻട്രി ഏരിയ. അവർ ഭയങ്കര സൂപ്പർ വെൽക്കം ആണ് കേട്ടോ. നമുക്ക് പൊട്ടൊക്കെ ഇട്ട് തരും. ആൻഡ് ദെൻ ഒരു തൊപ്പി ഇട്ട് തരും. ഒരു ഗുജറാത്തി ബാന്നി ക്ലോത്ത് വെച്ചുണ്ടാക്കിയ ഒരു തൊപ്പിയൊക്കെ ഇട്ട് തരും. ആക്ച്വലി ഇതൊരു രാജസ്ഥാനി കൈൻഡ് ഓഫ് ഫ്ലോ ആണോ എന്തുവാണെന്ന് എനിക്കറിയത്തില്ല. ബട്ട് ദെൻ ദിസ് പാലസ് ഈസ് സൂപ്പർ. ഒരു താജ്മഹൽ ഫീലൊക്കെ നമുക്ക് തോന്നി. ആഗ്രയിൽ ചെന്ന് നിൽക്കുന്ന ഒരു ഫീലൊക്കെ നമുക്ക് തോന്നും കേട്ടോ. നല്ലൊരു അടിപൊളി വെൽക്കം ഡ്രിങ്കും തന്നായിരുന്നു. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്ന ഒരു ഷാൻഡിലിയർ ആണ്. അതിൻ്റെ ചുറ്റും അവർ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന രീതിയും കാണാൻ എന്തൊരു ബ്യൂട്ടിഫുൾ ആണെന്നറിയാമോ. ഞാനാണെങ്കിൽ ഒരു 1000 പ്രാവശ്യമെങ്കിലും ഈ ഷാൻഡിലിയർ കാണാനായിട്ട് വന്നതാണ്. ആൻഡ് ദ സെക്കൻഡ് ഷാൻഡിലിയർ എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ സെക്കൻഡ് ഫ്ലോറിലോട്ട് പോകുമ്പോഴത്തേനും ഉള്ളൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ലുക്കാണ്. ഇത് നമ്മുടെ കോൺഫറൻസ് റൂമാണ്. നമ്മൾ കുറേ ആക്ടിവിറ്റീസൊക്കെ അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ മെയിൻ ഓഫീസ് എന്ന് പറയുമ്പോൾ ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ ഓസ്ട്രേലിയൻ ഹെഡ് ഓഫീസിലുള്ള എല്ലാവരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ ഡൈനിങ് ഏരിയ ആണ്. അത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുക്കുന്ന ബൊഫറ്റ് ഏരിയ ആണ് അത് കാണിച്ചിരിക്കുന്നത്. ഇത് ബാക്കിയുള്ള ഏരിയാസാണ്. അപ്പം ഇനി നമ്മൾ നമ്മുടെ റൂമിലോട്ടാണ് പോകുന്നത്. അപ്പം നമ്മുടെ റൂമിലോട്ട് അത്യാവശ്യം 10 ഏക്കറാണോ 100 ഏക്കറാണോ എന്ന് എനിക്കൊരു ഓർമ്മ വരുന്നില്ല. ഐ മീൻ 10 ഏക്കറാണെന്ന് തോന്നുന്നു. 10 ഏക്കറിൽ കൺസ്ട്രക്ട് ചെയ്തൊരു പാലസാണ്. അപ്പം നമ്മൾ ഇവിടെ ഒരു ബഗ്ഗി ഇതുപോലത്തെ ഒരു വണ്ടി അറേഞ്ച് ചെയ്തിട്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് നടന്നു പോകാം. പക്ഷേ നമ്മൾ ഒരുപാട് ക്ഷീണിച്ച് വന്നതുകൊണ്ട് നടന്നില്ല. ഈ ബഗ്ഗി ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ നമ്മുടെ റൂമിൻ്റെ അടുത്ത് വരെ ഇത് എത്തിക്കുന്നത്. കാരണം നമുക്ക് ലഗേജൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ടുപോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ. നമുക്ക് ശരിക്കും ഒരു ആഗ്രയിൽ ഒരു ഫീൽ, ഒരു താജ്മഹൽ കണ്ട ഒരു ഫീൽ തന്നെ നമുക്ക് തോന്നിക്കും കേട്ടോ. അപ്പം ഗൈസ്, അതായത് ആഗ്രയിൽ വന്നാൽ കറക്റ്റ് ഫീൽ കിട്ടുമെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാലും ഒരു 50% ഫീലൊക്കെ കിട്ടും. നിങ്ങൾക്ക് ആ സൺകിസ്ഡ് ആയിട്ടുള്ള ആ ഒരു സൂതിങ് എൻവയൺമെൻറ്റ് കണ്ടപ്പോൾ തന്നെ ഏകദേശം മനസ്സിലായി കാണും. ശരിക്കും നല്ലൊരു എൻവയൺമെൻറ്റ് ആയിരുന്നു കേട്ടോ. നല്ല രസം തന്നെയാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ റൂമിലോട്ടാണ്. അപ്പോൾ ഏത് റൂമിൽ നിന്നാണെങ്കിലും നമുക്ക് പൂളിലോട്ടുള്ള വ്യൂ കിട്ടും. അത് ഭയങ്കര രസമാണ് കാണാനായിട്ട്. അതുപോലെ ഇതിൻ്റെ ടൈലാണെങ്കിലും പിക്ചേഴ്സ്, വാളിലുള്ള പിക്ചേഴ്സ് ആണെങ്കിലും ഒക്കെ ഒരു ഹിസ്റ്റോറിക്കൽ മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ നമുക്കൊരു മിററുണ്ട്. അപ്പം ഗേൾസ് ആകുമ്പോഴത്തേനും നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു മിറർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിടൂല്ല. നമ്മൾ വാഷ്റൂമിൽ പോകുന്ന മിറർ കാണാനായിട്ട്. അപ്പം നമ്മുടെ ഒരു മിറർ സെൽഫിയൊക്കെ എടുത്തു. ദിസ് ഈസ് മൈ റൂംമേറ്റ്സ്. അപ്പം നമുക്ക് റൂം ടൂർ ഞാൻ നിങ്ങളെ അടുത്ത എപ്പിസോഡിൽ കാണിക്കാം. കാരണം അത് കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. നിങ്ങളും എക്സൈറ്റഡ് ആയിരിക്കും. എങ്ങനെയായിരിക്കും ഇൻറ്റീരിയേഴ്സ്, എങ്ങനെയായിരിക്കും ബെഡ്സ്, എങ്ങനെയായിരിക്കും വ്യൂസ്. അപ്പം ഇതെല്ലാം കാണാനായിട്ട് സ്റ്റേ ട്യൂൺഡ്. ബൈ.